നമസ്കാരം ഗൈസ്. അപ്പം നമ്മൾ ഇന്നുള്ളത് മൂന്നാറിലാണ്. മൂന്നാറിലെ ആനച്ചാലുള്ള സിസ് കൗണ്ടി റിസോർട്ടിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ സൈറ്റ് സീന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 9:30 ആയിട്ടുണ്ട്. എനിക്കറിയില്ല മഴ ആയതുകൊണ്ട് എല്ലാം ഓപ്പൺ ആണോ ഇല്ലയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എന്തായാലും ഇന്ന് രാവിലെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മൾ മെയിനായിട്ട് ടീ ഗാർഡൻസ് കാണാൻ പറ്റുന്ന സ്ഥലം. നമ്മൾ ആനച്ചാലിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ആദ്യം ടീ ഗാർഡൻസ് കാണാൻ കിട്ടുന്ന സ്ഥലം ഇതാട്ടോ. പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റോഡ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. പക്ഷേ ഗ്യാപ്പ് റോഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു അടിപൊളി റോഡാട്ടോ. ഈ വഴിക്ക് നമുക്ക് ഒരുപാട് ജീപ്പ് സഫാരി നടത്തുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ വഴിക്ക് ഈ ഫോട്ടോ നമ്മളെ ഇൻസ്റ്റൻറ്റ് ഫോട്ടോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ നമുക്ക് ഫോട്ടോ എടുത്തരും. അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും പ്രിൻ്റ് എടുത്തരും, അല്ലെങ്കിൽ അവർ നേരിട്ട് നമുക്ക് PDF ആയിട്ട് അയച്ചു തരാൻ ചെയ്യും കേട്ടോ. അതേപോലെ ഈ വഴിക്ക് നമുക്ക് ഒരുപാട് ജീപ്പ് സഫാരിയുടെ ആൾക്കാരെ കാണാൻ പറ്റും. അവർ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ തന്നെ അതേ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ കാണിക്കും. മീൻസ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വെച്ച് നേരെ ടൗണിൽ പോകാമെന്ന് കേട്ടോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയുടെ ഫോക്കസ് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വൈപ്പർ ഇട്ട് കഴിഞ്ഞാലും നൈസായിട്ട് ഫോക്കസ് നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി കേട്ടോ. നല്ല കിടിലം ഇതേപോലെ ഒരു കിടിലം മഴയുള്ള സമയത്ത് ഈ റോട്ടിൽ കൂടെ പോകാണ്ടല്ലോ. ഈ മൂന്നാറ് മഴ പെയ്താൽ തന്നെ അടിപൊളിയാട്ടോ. നമുക്ക് വേണമെങ്കിൽ ബൈക്കിൽ വരാം, കാറിൽ വരാം. പക്ഷേ ഞാൻ എപ്പോഴും കാറാ സജസ്റ്റ് ചെയ്യുള്ളൂ. ബൈക്കിനോട് എനിക്ക് അത്ര ക്രേസ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ചെറിയ മഴയൊക്കെ ആയിട്ട് ഒരു ചില്ല് ക്ലൈമറ്റാണ്. അതേപോലെ തന്നെ കോടയൊക്കെ കയറി വരുന്നുണ്ടായിട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ആ 2-ാം മൈൽ എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കോട പിടിക്കും കേട്ടോ. അതുപോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ 2-ാം മൈൽ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നിർത്തി കേട്ടോ. എൻ്റെ ഒരു ഇത്തിരി ബാക്കിലോട്ട് നടന്നപ്പോൾ ഒരു കിടിലൻ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെയിനി സീസണിൽ മാത്രമല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഈ വെള്ളച്ചാട്ടമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മഴക്കാലത്ത് മാത്രമാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ കോടയെല്ലാം കയറി വരുന്നുണ്ട്. റോഡ് മൊത്തം വെള്ളം ഓട്ടുന്നു. അങ്ങനെ നമ്മൾ ആ ടീ മ്യൂസിയം വന്നിട്ടോ. ഞാൻ ആദ്യം വന്നത് ടീ മ്യൂസിയമാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ ടീ മ്യൂസിയം ആണ് ഐഡിനറിയിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ വന്നേക്കുവാണ്. ഇതാണ് നമ്മുടെ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ടീ മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഞാനിവിടെ വന്നേക്കണെയാണ്. നോക്കാം, ഇതിപ്പോൾ മഴ കുറഞ്ഞിട്ട് വേണമെന്ന് പുറത്തിറങ്ങാൻ. കുട എടുത്തില്ലെന്നേ, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുട എടുത്തില്ല. അപ്പോൾ മഴ മാറിക്കഴിയുമ്പോഴത്തേക്കും ഉള്ളിൽ പോയി കാണാം. ടീ മ്യൂസിയത്തിൽ വന്നാൽ കിടിലൻ ചായ കിട്ടും കേട്ടോ. ഈ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടൂലേ. അതേപോലെ തന്നെ ഈ ടീ മ്യൂസിയത്തിന് മുമ്പിൽ നിന്ന് കിടിലൻ വ്യൂ ആണ്. അതേപോലെ ഈ ടീ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവരുടെ ടീയുടെ പാക്കറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. റേറ്റിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് മൂന്നാറ് വന്നു എന്നുള്ള രീതിയിൽ നമുക്കത് മേടിച്ചുകൊണ്ട് പോകാന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവരുടെ ഒരു മാനുഫാക്ചറിങ് എല്ലാം കാണിച്ചു തരും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് നമ്മുടെ എക്കോ പോയിൻ്റ് ഭാഗത്തേക്കാണ്. മഴ ആയതുകൊണ്ട് അവിടെയും കിടലിനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ടൗണിൽ കൂടെ പോകണം കേട്ടോ. നിങ്ങൾ കാണുന്നത് ടൗണിൽ വലിയ തിരക്കില്ല, കാരണം സീസൺ ടൈം എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ തിരക്കുമില്ല, ബഹളങ്ങളൊന്നുമില്ല കേട്ടോ.
പിന്നെ ഇത്തവണ നമുക്ക് ജീപ്പുകാർ ആരും ശല്യമില്ല കേട്ടോ. നമ്മൾ കണ്ടോ സുഖമായിട്ടാണ് പോയോണ്ടിരിക്കണം. ഈ മുമ്പിൽ കാണുന്ന മഞ്ഞ ബിൽഡിങ്ങില്ലേ, അതും ഈ ചായ് ബസാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അതും നമ്മുടെ ഈ സെയിം KDHPയുടെ ടീ പൗഡേഴ്സ് തന്നെയാട്ടോ വിൽക്കുന്നത്, സെയിൽ ചെയ്യുന്നത്. അവരുടെ ഓൺ ഔട്ട്ലെറ്റാണ്. ഇൻ കേസ് നമുക്ക് ടീ മ്യൂസിയം, ടീ ഫാക്ടറി പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചായപ്പൊടിയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് മേടിക്കാവുന്ന കേട്ടോ. റേറ്റ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, അവിടെയും ഇവിടെയും എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് മേടിക്കുന്നതിൽ വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ഇത് ഈ കാണുന്ന കേട്ടോ മൂന്നാർ ടൗൺ. ഇവിടെ നമുക്ക് കുറേ സ്പൈസസിൻ്റെ, ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ഈ ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇച്ചിരി തിരക്കുള്ള ടൗൺ കേട്ടോ അത്, കാരണം ഇതാണ് ഇവിടുത്തെ മെയിൻ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക്, ഇച്ചിരി ക്രൗഡഡാണ് ഈ സ്ഥലം. ഈ മൂന്നാർ എവിടെ തിരക്കില്ലെങ്കിലും നമുക്ക് ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് കേരളത്തിൽ ഈ മൂന്നാറിലല്ലാണ്ട് വേറെ എവിടെയും കാണാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഒന്ന്, ഈ ഓട്ടോയുടെ ബാക്കിൽ സസ്പെൻഷനൊക്കെ ഫിക്സ് ചെയ്ത് പൊന്തിച്ച് വെച്ച് ഓടിക്കുന്ന സെറ്റപ്പും, അതേപോലെ തന്നെ മഹീന്ദ്ര തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരുപാട് ജീപ്പുകൾ ഇവിടെ പണിത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലായിട്ട് ഇവർ കൊണ്ടു നടക്കുന്നത്. ആ ജീപ്പുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരുപാട് ജീപ്പ് കാണും. ഇതൊക്കെ 90s തൊട്ട് 2000 വരെയുള്ള വണ്ടികളാട്ടോ. ഈ വണ്ടികൾ ഇപ്പോഴും ഇവർ നല്ല കുട്ടപ്പനാക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഇവർ നല്ല കളർഫുൾ പെയിൻറ്റും അടിച്ച് വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇതേപോലുള്ള ജീപ്പുകൾ കൊണ്ടു നടക്കുന്നത് നമ്മുടെ മൂന്നാറിലാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മാട്ടുപ്പെട്ടി റോഡിലേക്ക് എൻ്റർ ആയിരിക്കുക കേട്ടോ. ഈ റോഡ് ഈ കയറുന്ന ഭാഗത്ത് ഇച്ചിരി ഇടുങ്ങിയിട്ടായിരിക്കണം. ഇൻ കേസ് നമുക്ക് മുകളിൽ നിന്നൊക്കെ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടോ, അതൊന്ന് നോക്കി പോയാൽ മാത്രമേ ഉള്ളൂ. വേറൊരു കുഴപ്പങ്ങളൊന്നും ഈ റൂട്ടിലില്ല കേട്ടോ. ഈ റോഡും നമ്മൾ താഴത്തുനിന്ന് 2ാം മൈലിൽ നിന്ന് കയറി വന്നില്ലേ, ആ റോഡും ഏകദേശം സെയിമാണ്. പിന്നെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന സ്ഥലം. ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, കിടിലം റൂട്ടാണ്. കേരളത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും കിടിലം റൂട്ട്. അപ്പം നമുക്കൊരു വണ്ടി വട്ടം വെച്ച് തന്നേക്കോട്ടോ. പുള്ളി തിരിക്കുകയാണ്. വലിയ ലോറിയല്ലേ, നമുക്കൊന്ന് സൈഡ് ഒതുങ്ങി കൊടുത്തേക്കാം. പുള്ളി പോയിക്കോട്ടെ, കാരണം പുള്ളിക്ക് ടൗണിൽ എവിടെയും വെച്ച് തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുള്ളി ഇവിടെ തിരിക്കുന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു പുള്ളിയാണ്, മാന്യനാണ്. അങ്ങനെ ദേ നമ്മൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ കാണുന്ന മഞ്ഞ ട്രാക്ടർ നമ്മുടെ ടാറ്റയുടെ കേട്ടോ. അവർ ഈ ടീ ലീവ്സൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അവരിപ്പോഴും ഈ ടീ പ്ലാന്റേഷനിലെ എല്ലാ സ്ഥലത്തും ഈ ടീ ലീവ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോഴും ട്രാക്ടറാട്ടോ ഉപയോഗിക്കുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും അവരിപ്പോഴും യൂസ് ചെയ്യുന്നില്ല. അവരിപ്പോഴും ട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതായിരിക്കും ചിലപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മളത് വണ്ടി ഓടിച്ച് ഏറ്റവും അവസാനം നമ്മളിത് ഈ ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ റോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ചെന്നൈ എക്സ്പ്രസ് മൂവിക്കകത്ത് ഒരു പാട്ടുണ്ട്, കശ്മീർ ടു കന്യാകുമാരി എന്ന് പറഞ്ഞാൽ. ആ പാട്ടിനകത്ത് ഷാറുഖ് ഖാൻ ജീപ്പൊക്കെ ഓടിച്ച് വരുന്നത് ഏതാണ്ട് ഈ റൂട്ടിൽ കൂടെ ആണെന്ന് കേട്ടോ എനിക്ക് തോന്നണേ. കാരണം എനിക്ക് ഈ വഴി കാണുമ്പോഴും ആ സോങ് കാണുമ്പോഴും രണ്ടും സിമിലാരിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമുക്ക് ആസ് യൂഷ്വൽ അവർ ഇൻസ്റ്റൻറ്റ് ഫോട്ടോ എടുത്ത് തരും, അല്ലെങ്കിൽ PDF അയച്ചു തരും എന്നൊക്കെ പറഞ്ഞത്. നല്ല സ്ഥലമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളത് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വളവിന് തൊട്ട് അപ്പുറം കേട്ടോ സ്ഥലം. എന്തായാലും നമുക്കൊന്ന് വെറുതെ പോയി നോക്കാന്നുള്ള രീതിയിൽ ഞാനും വെറുതെ വണ്ടി ഓടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മാട്ടുപ്പെട്ടി എക്കോ പോയിൻ്റൊക്കെ പോകാമെന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് പോയിട്ടുള്ളൂ. ജസ്റ്റ് നമ്മുടെ ഈ ടീ ഗാർഡൻസിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു തരും, അത്ര തന്നെ. ഈ മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കടകളും ക്ലോസ്ഡ് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചു, കാരണം മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ വരവ് കുറഞ്ഞതോടുകൂടി ഇവരെല്ലാവരും കടകളൊക്കെ അടച്ച് വീട്ടിൽ പോയി എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ടൂറിസമാണല്ലോ. അപ്പോൾ ടൂറിസ്റ്റുകളില്ലാതെ ഇവർക്ക് എന്ത് കട തുറന്നു വെച്ചിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കട്ടെ ഇവരെല്ലാവരും വരുന്നത്. എന്തായാലും ഭയങ്കര കഷ്ടമാട്ടെ ഇവരുടെ കാര്യം. ഇവർക്കൊരു 7-8 മാസം ജോലി ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ജോലി ഇല്ല എന്നുള്ള അവസ്ഥ കേട്ടോ. ഇവരുടെ മെയിൻ ഇൻകം തന്നെ ഈ ടൂറിസമാണ്. ഈ ആൾക്കാർ വന്നാലാണ് ഇവർക്കും ഒരു ഇൻകം കിട്ടുള്ളൂ. അപ്പോൾ ഈ ആൾക്കാർ വരാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തിനെ നല്ല രീതിയിൽ അത് ബാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഞാൻ എന്തായാലും 2-3 ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ചുമ്മാ ഞാൻ അതും ഇതും പറഞ്ഞത് കാട് കയറുന്നില്ല. ഞാൻ പോയിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് വരാം. എന്തായാലും വണ്ടി ഒതുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്, കാരണം ഈ വൈറ്റ് ലൈനിന് തൊട്ട് മുകളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസിൻ്റെ ഫൈൻ കിട്ടും. അതിൽ നല്ല വിശപ്പായപ്പോൾ തന്നെ ഞാൻ ഒരു കടയിൽ നിർത്തി ഒരു നല്ല മുറുക്ക് കഴിച്ചിട്ടാ.
മുറുക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു ബ്രെഡ് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓംലേറ്റ് വന്നിട്ട് അതും കഴിക്കാമെന്ന് പറഞ്ഞു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ടേസ്റ്റൊന്നും അറിഞ്ഞില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല കിടിലൻ ഓംലേറ്റ് കേട്ടോ. നമ്മൾ ഈ നല്ല തണുത്ത ക്ലൈമറ്റിൽ കിടിലൻ ഓംലേറ്റ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ നിങ്ങൾ കാണണേ. കൈ കൊണ്ട് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി സ്പൂണും ഉപയോഗിക്കണം. സ്പൂണിൽ അത് വരുന്നുമില്ല. നല്ല ചൂട് ഓംലേറ്റും നല്ല കിടിലൻ വ്യൂവും. അതേപോലെ തന്നെ ഇത് ഈ കാണുന്ന കേട്ടോ എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ പടയപ്പയുടെ മെയിൻ സ്ഥലം കേട്ടോ. ഈ വഴിക്കൊക്കെ പടയപ്പ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണതാണ്. അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. എന്തായാലും പോയി നോക്കിയേക്കാം. ഇത് ഈ കാണുന്നതാണ് എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ വന്ന് നമ്മൾ ഒന്ന് കൂവിക്കഴിഞ്ഞാൽ നമുക്ക് എക്കോ റിഫ്ലക്റ്റ് ചെയ്യുന്ന കേട്ടോ പറഞ്ഞത്. കാര്യം സത്യമാണ്. ഞാനൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഇവിടെ മൊത്തത്തിൽ മരങ്ങളാട്ടോ. ഈ ഒരു ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ ചുറ്റും നല്ല നീളമുള്ള മരങ്ങളാണ്. അതെന്ത് മരമെന്നാണെന്ന് ആൾക്കാരോട് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ഈ കാണുന്ന മരങ്ങളെല്ലാം യൂക്കാലിപ്റ്റസും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ കൂടെ ഗ്രാൻഡീസ് എന്ന് പറഞ്ഞ മരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഈ മരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേച്ചറിന് ഭയങ്കര ഹാംഫുള്ളാണ്. കാരണം ഈ മരങ്ങളുള്ള സ്ഥലത്ത് 10 മരത്തിന് വേണ്ട വെള്ളം ഈ ഗ്രാൻഡീസിൻ്റെയോ ഇല്ല യൂക്കാലിപ്റ്റസിൻ്റെയോ ഒരൊറ്റ മരം വലിച്ചെടുക്കും. അതാട്ടോ ഈ മരങ്ങളുടെ പ്രത്യേകത. ചില മരങ്ങൾ നല്ല വീതിയുണ്ട്. ഈ ഡാമിൻ്റെ ചുറ്റും ഇത് തന്നെയാട്ടോ ഈ മരങ്ങൾ. ഈ വഴിക്കും അത് തന്നെ. ഈ നമ്മൾ ഈ എക്കോ പോയിൻറ്റിൻ്റെ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് ഫുള്ളും ഈ ഗ്രാൻഡീസും യൂക്കാലിപ്റ്റസും മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റിൽ ചിലപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആനകളെ കാണാൻ പറ്റും. കാരണം എനിക്ക് എന്തായാലും ലക്കില്ല. കാരണം ഞാൻ കുറേ നോക്കി അവിടെ ഇവിടെയൊക്കെ, പക്ഷേ ഇവിടെയും ആന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടോ. എക്കോ പോയിൻറ്റ് ഞാൻ എന്തായാലും തിരിച്ചു പോകണതാണ്. കാരണം ഇനിയിപ്പോൾ മോളിൽ പോയിട്ട് ഒന്നും കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഈ തിരിച്ചു പോകുന്ന കേട്ടോ നിങ്ങൾ കാണുന്ന. തിരിച്ചു പോകുന്ന സമയത്ത് എന്തായാലും നല്ല മഴയാണ്, ഒരു ലക്ഷ്യമില്ലാത്ത മഴയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ മാട്ടുപ്പെട്ടി ഡാമിൽ നിർത്തിയില്ലായിരുന്നു. അപ്പോൾ പോകുമ്പോൾ ഡാമൊക്കെ കണ്ട് പോയേക്കാന്ന് വെച്ചിട്ടായി പോകുന്നത്. എന്തായാലും നല്ല മഴയാണ്. കാരണം ഇനി മഴയത്ത് മുകളിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും തിരിച്ചു പോകണേ ഡാം ഒന്ന് കാണിച്ചിട്ടായി. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ കൂടെ ക്രോസ് ചെയ്യാം കേട്ടോ. ചെറിയ മഴയുള്ളതുകൊണ്ട് തന്നെ ആൾക്കാരില്ല. പക്ഷെ എന്തായാലും നല്ല കാറ്റാണ് പുറത്ത്. കാറ്റും ഉണ്ട്, അതേപോലെ മഴയുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഈ വന്ന സമയത്ത് ഇവിടെ റെഡ് അലേർട്ടാണ്. അതാണ് വിഷയം. ഞാൻ ഈ റെഡ് അലേർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു. പക്ഷെ ഇവിടെ റെഡ് അലേർട്ടാണ്. നമ്മളും ആ കാര്യം ഞാൻ ഇന്നലെ അതെ അറിഞ്ഞത്. അതാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ ഒരു വിഷയമില്ലായിരുന്നു. ഇവിടെ കാണാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഡാമിൻ്റെ മുകളിൽ നിന്ന് ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയില്ല. ഞാൻ അങ്ങനെ നേരെ തിരിച്ച് ഹോട്ടലിൽ പോകാനുള്ള പരിപാടിയാണ്. കാരണം അവിടെ നിർത്തിയിട്ടും കാര്യമൊന്നുമില്ല. അതിന് മുമ്പ് ജസ്റ്റ് ടയറൊക്കെ ഒന്ന് നോക്കിയേക്കാം. എനിക്കെന്തോ ഒരു പന്തികേട് പോലെ, കാറ്റ് കുറവുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് നോക്കിയിട്ട് പോയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടിൽ ദെൻ ബൈ.